നമ്മുടെ നാട്ടിൽ ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്നത് ഒരുവിധം ഒന്ന് ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ബനാന. ഓക്കെ, എന്നാൽ ഇത് എല്ലാ വിഭാഗക്കാർക്കും ഒരുപോലെ കഴിച്ചാൽ പണി കിട്ടും കേട്ടോ. ഡയബറ്റീസ് ആയിട്ടുള്ളവർക്കും അല്ലെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരും ഒരിക്കലും ബനാന ബോയിൽ ചെയ്ത് കഴിക്കാനായിട്ട് ശ്രമിക്കരുത്. കാര്യം ഡയബറ്റീസ് ഉള്ളവരെങ്കിൽ നിങ്ങൾ ബനാന ബോയിൽ ചെയ്ത് കഴിക്കുമ്പോൾ ബോയിൽഡ് ബനാനയ്ക്ക് ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലും അത് ബ്ലഡിന്റെ ഷുഗർ ലെവൽ പെട്ടെന്ന് ഹൈ ആക്കുകയും ചെയ്യുന്നു. എന്നാൽ പച്ച ഏത്തയ്ക്ക ബോയിൽ ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമല്ല. നിങ്ങൾക്ക് ഒരു ഏത്തപ്പഴം വേണമെങ്കിൽ സമയത്ത് കഴിക്കുന്നത് പ്രശ്നമില്ല. ഒരു ഏത്തപ്പഴം എന്തുകൊണ്ട് മുഴുവനായിട്ട് കഴിച്ചുകൂടാന്ന് ചോദിക്കുവാണെങ്കിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലാണ്, 2 ആപ്പിൾ നീക്കുള്ളാണ് ഒരു ഏത്തപ്പഴം എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ചെറിയ പഴങ്ങൾ ചൂസ് ചെയ്യാമല്ലോ. റോബസ്റ്റ അല്ലെങ്കിൽ ചെറിയ രസകദളി അതുപോലത്തെ ചെറിയ ബനാനാസ് എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഡയബറ്റീസുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരിക്കലും പുട്ടുപഴം കോമ്പിനേഷൻ കഴിക്കരുത് കേട്ടോ. പുട്ട് എന്ന് പറയുന്നത് ഓൾറെഡി ഒരു കാർബ്സ് അടങ്ങിയതാണ്, അതിൻ്റെ കൂടെ പഴം എന്ന് പറയുമ്പോൾ കലോറി എക്സ്ട്രാ ആയിട്ട് കയറും. സോ പുട്ടു പഴം കോമ്പിനേഷൻ ഡയബറ്റീസുകാർക്ക് ഒട്ടും തന്നെ നല്ലതല്ല.